അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെ സുഹൃത്തുക്കളെ, ഇന്ന് രാവിലത്തെ വർത്തമാന മാധ്യമങ്ങൾ സോഷ്യൽ മീഡിയ ശ്രദ്ധിക്കപ്പെട്ടപ്പോൾ നമ്മളെ ജലീൽ സാഹിബിൻ്റെ ഒരു പ്രസ്താവനയാണ്, അതല്ലെങ്കിൽ ഒരു സ്വകാര്യ ചർച്ച ലീക്കായി അതിൽ പറയുന്ന വിഷയമാണ് ഞാനിവിടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. മറ്റൊന്നുമല്ല, അദ്ദേഹം പറയുന്നത് മുസ്ലിങ്ങൾ ഇവിടെ ലഹരി വസ്തുക്കൾ വിതരണം ചെയ്യുന്നതിൽ ധാരാളം ആളുകൾ പിടിക്കപ്പെടുന്നു. മുസ്ലിങ്ങൾക്ക് മതവിദ്യാഭ്യാസം നൽകാൻ മദ്രസകളും വയലുകളും ക്ലാസ്സുകളും ഒക്കെ ഉണ്ടെങ്കിലും മുസ്ലിങ്ങളാണ് കൂടുതൽ പിടിക്കപ്പെടുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരിക്കലും മുസ്ലിങ്ങൾ മാത്രമാണ് പിടിക്കപ്പെടുന്നു എന്ന അഭിപ്രായക്കാരനല്ല ഞാൻ. ഒരിക്കലും മുസ്ലിങ്ങൾ മാത്രമല്ല പിടിക്കപ്പെടുന്നത്. മുസ്ലിങ്ങളെ കുറിച്ചാണ് താങ്കൾ പറഞ്ഞതെങ്കിലും നമുക്കതിനെക്കുറിച്ചൊന്ന് വിലയിരുത്താലോ. മുസ്ലിങ്ങൾക്ക് ഏകദേശം 20,000-ഓളം മദ്രസകൾ ഈ കേരളത്തിലുണ്ട്. മതവിദ്യാഭ്യാസം നൽകുന്ന സ്ഥാപനങ്ങളാണ്. അതിൽ വളരെ രാവിലെ പ്രാർത്ഥനയും കഴിഞ്ഞ് ഉസ്താദന്മാർ വളരെ നിഷ്കളങ്കരായി വന്നുകൊണ്ട് കുട്ടികളോട് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാൻ പാടില്ല, അത് തെറ്റാണെന്നും അത്തരം നീച പ്രവർത്തനങ്ങളിലൊന്നും നാം പെട്ടുപോകരുത് എന്ന് പറയുകയും ചെയ്യുന്നു. വളരെ ഉഷാറായിക്കൊണ്ട് തന്നെ അത് ഇന്നും പഠിപ്പിക്കുകയും പ്രവർത്തിക്കുകയും അത് പ്രാബല്യത്തിൽ തന്നെ നിലനിന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഇവിടെ ലഹരി വസ്തുക്കൾ വിതരണം ചെയ്യുന്നത് പരാതിപ്പെട്ട പരാതി പരിശോധിച്ചാൽ കേരളത്തിലെ ഏകദേശ പോലീസ് സ്റ്റേഷനിലെ പരാതിയും മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും പഠിക്കുന്ന പൊതു കലാലയത്തിൻ്റെ പരിസര പ്രദേശങ്ങളാണ്. അതിൽ യാതൊരു ഇഷ്കാലും ആർക്കും വേണ്ട. തീർച്ചയായിട്ടും ഇവിടെ ഏകദേശം 99% പരാതികളും ലഭിച്ചത് പരിശോധിക്കുകയാണ് പൊതു കലാലയങ്ങളുടെ പരിസര പ്രദേശങ്ങളാണ്. ഇവിടെ മുസ്ലിങ്ങൾ മാത്രമല്ല പഠിക്കുന്നത്, ക്രിസ്ത്യാനികളുണ്ട്, ഹിന്ദുക്കളുണ്ട്, പല മതമുള്ളവരും മതമില്ലാത്തവരുമുണ്ട്. അതേ സമയത്ത് 1-ാം ക്ലാസ് മുതൽ +2 വരെ പഠിക്കുന്ന മതവിദ്യാഭ്യാസമായ മദ്രസയിൽ പരിസര പ്രദേശങ്ങളിലോ മദ്രസയിലെ കുട്ടികളിലോ ലഹരി വിതരണം ചെയ്യുകയോ ഉപയോഗിക്കുകയോ ചെയ്യുന്നുണ്ടെന്ന പരാതി ഇവിടുത്തെ പോലീസ് സ്റ്റേഷൻ പരിശോധിച്ചാൽ 99-ൽ 100% ഒരു പരാതിയും ഈ 20,000 മദ്രസയുടെ പരിസര പ്രദേശങ്ങൾ ഇവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ ഉണ്ടാവുകയില്ല. സാർ, അങ്ങ് ഏതടിസ്ഥാനത്തിലാണോ ഇത് വിലയിരുത്തിയത് എന്ന് എനിക്ക് മനസ്സിലായില്ല. മുസ്ലിങ്ങൾ ധാർമ്മികമായി വിദ്യാഭ്യാസം പഠിക്കുന്നത് മദ്രസകളിൽ നിന്ന് തന്നെയാണ്. മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും ചേർന്ന് പഠിക്കുന്ന പൊതു കലാലയത്തിലെത്തുമ്പോൾ ഒരു പക്ഷേ മുസ്ലിം ധാരാളമായിക്കൊണ്ട് അങ്ങോട്ട് മറ്റു മതസ്ഥരുമായി കൂട്ടുകെട്ടുമ്പോഴോ അതല്ലെങ്കിൽ അവരുടെ ജീവിതശൈലി മാറുമ്പോഴാണ് മുസ്ലിങ്ങൾ ധാരാളം തെറ്റിലേക്ക് വഴുതിപ്പോകുന്നത് എന്നാണ് ഞാനിവിടെ വിലയിരുത്തുന്നത്. അതുകൊണ്ട് അങ്ങയുടെ ആ വിലയിരുത്തൽ തെറ്റാണ്. മാത്രമല്ല, നമ്മളെ രാജ്യത്ത് നീതിയും ലഹരിയും ഉപയോഗിക്കുന്നത് കാൽക്കണ്ട ഭരണഘടനയും ഭരണഘടന ഉപയോഗിക്കുന്ന നിയമങ്ങൾ നടപ്പാക്കേണ്ട മന്ത്രിമാരും MLA-മാരും ഈ കൊച്ചു കേരളത്തിൽ ഇപ്പോൾ ഒരു ലഹരി വസ്തു ഉപയോഗിക്കുന്ന ഫാക്ടറി നമ്മുടെ പാലക്കാട് ജില്ലയിൽ നിർമ്മിക്കാൻ പോവുകയാണെന്നാണ് കേൾക്കാൻ കഴിയുന്നത് മാധ്യമങ്ങളിലൂടെ. വളരെ ആശങ്കയാണ്. അതുകൊണ്ട് മുസ്ലിങ്ങളെ മാത്രം ഇതിൽ കുറ്റവാളികളാക്കേണ്ട കാര്യമില്ല. മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും ഹിന്ദുക്കളും എല്ലാം ചേർന്ന് ഒറ്റക്കെട്ടായി ഈ ലഹരിക്കെതിരെ നമ്മൾ പോരാടിയിട്ടില്ലെങ്കിൽ നമ്മൾ ഖേദിക്കേണ്ടി വരും. അതുകൊണ്ട് അങ്ങയുടെ ആ കണ്ടെത്തൽ വളരെ ഖേദകരമാണെന്ന് പറയാൻ ഇവിടെ ആഗ്രഹിക്കുന്നു. അസ്സലാമു അലൈക്കും.